എന്താ പരിപാടി? ഞാൻ ഓരോ ചെറിയ ചെറിയ പണിയിലാ. കുറച്ച് ചേരും പെരുവൊക്കെ ഉണ്ടായി, ഞാനൊക്കെ വെറുതെലാക്കി. അല്ല, എന്തായി പോരേണ്ടത്? എന്തെങ്കിലും ആയോ? മെമ്പർ കണ്ടീനോ? ഇല്ല, മെമ്പർ കാണാൻ എനിക്ക് പറ്റിയില്ല, ഓരോ തിരക്കിലായി പോയി. ഒരു കാര്യം ചെയ്യും, ഡ്രസ് മാറി, നമ്മളതാണല്ലോ ആവശ്യം. നമുക്കൊന്ന് പഞ്ചായത്ത് പോയിട്ടേ ഇവരൊന്ന് കാണാം. എന്നാ ഇനി ഒരു 5 മിനിറ്റ് അടക്കെ ഞാൻ എന്റെ തുണി കുപ്പായ ഒന്ന് മാറിക്കാട്ടെ. എന്തായി രണ്ടാളൂടെ എങ്ങനെ പോന്ന്? ഒന്നുമില്ല മെമ്പറെ, ഞാനേ നമ്മുടെ റഷീഖാന്റെ ഒരു പൊരന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലേ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റഷീഖാന്റെ എനിക്കറിയാം. ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാലേ അവരെ വീടും സ്ഥലമൊക്കെ വിറ്റുകയാണല്ലോ. ഒരു 3 സെന്റ് സ്ഥലം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ നമുക്ക് എങ്ങനെങ്കിലും ലൈഫ് തന്നെ കൊടുത്തുപോകാൻ. അതും ഇപ്പോ ജനറൽ ആയതുകൊണ്ടേ ഒരുപാട് താമസം പിടിക്കും. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? ഒരു 3 സെന്റ് സ്ഥലം ഇപ്പൊ എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിലേ നമുക്കൊന്ന് കൊടുത്തു നോക്കാനില്ലേ? സ്ഥലത്തിന്റെ കാര്യോ ആചാരം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ആചാരം പോയി കണ്ടങ്ങളും വരികയാണെങ്കിലേ ഒന്ന് കണ്ട് സംസാരിച്ചു. അതാണല്ലേ, മെമ്പറും വന്നാല് ഒരു സൗകര്യമായിരുന്നു. നമുക്ക് എന്നാലേ ആചാരം ഒന്ന് കാണാം. അസ്സലാമലൈക്കും. അത് ആചാര്യ ഒന്നുമില്ല, നമ്മളെ റഷീദ് ഖാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങൾ ഏതൊരു സ്ഥലത്തിന്റെ കാര്യം മുപ്പരോട് പറഞ്ഞിരുന്നു പറഞ്ഞേ. ആ വടക്കേലുള്ള സ്ഥലത്ത് ഒരു 3 സെന്റ് സ്ഥലവും ഓന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ചെറിയാനെ ഏൽപ്പിച്ചത്. എന്നാൽ ആചാര്യ മുപ്പര് നാളെ തന്നെ ആളെ പണി തുടങ്ങിക്കോട്ടല്ലേ? റഷീദേ, നീ മെമ്പർ വന്നപ്പോ നാളെ തന്നെ പണി വയ്ക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോ. ഇവിടേക്ക് ഇറക്കണം, നമുക്ക് കേസ് അങ്ങോട്ട് ഇറക്കണം. ഇവിടെ റെഡിയാക്കി തരാം, ഇപ്പൊ റെഡിയാക്കി തരാം. ദേശം തട്ടി നിർത്തിക്കാളേ, ഇല കയറി പോവില്ലേ? എങ്ങനെങ്കിലും 2 ലോഡ് മണ്ണ് കെട്ടിയ. എന്താ പരിപാടി? ഇവിടെ എക്കി പൊര ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ലോഡ് മണ്ണ് കെട്ടിയ. ഇവിടെ ഒരു തുള്ളി മണ്ണിടാൻ സമ്മതിക്കൂല. മണ്ണിടാൻ സമ്മതിക്കൂല. ഇപ്പൊ ഞങ്ങൾ 4 ആളെ നോക്കണ്ട, ഇവിടെ ആള് വരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമാവും. ഇതേ ഞാൻ ആചാരോട് ചോദിച്ചിട്ട് സമ്മതാക്കിയതാ. ചോദിച്ചിട്ട് കാര്യമല്ല, ലോറി ആള് തടിയും. നിങ്ങൾ അങ്ങനെ പറയേ. വണ്ടി തടിയോ? വണ്ടി തടിയോ? ഞാൻ പറയുന്ന കേക്ക് പറയുന്ന എന്താണ് നമ്മൾ കേൾക്കുക. മൂപ്പര് മോളെ കല്യാണം കഴിഞ്ഞിട്ട് ആകെയുള്ള ഇരിക്കൂലിയൊക്കെ വിറ്റ് കഴിഞ്ഞ മൂപ്പരസം ബുദ്ധിമുട്ടിലാണ്. 3 പെൺകുട്ടികളാണ്. ആചാരം നല്ല മനസ്സുകൊണ്ട് ആചാരം ഒരു 3 സെന്റ് സ്ഥലം കൊടുത്തു. അതിന് മൂപ്പര് പുറണ്ടാക്കാൻ വേണ്ടിയാണ് മണ്ണിട്ടത്. അത് നിങ്ങൾ തടിയല്ലേ? എന്ത് പറഞ്ഞ കാര്യമില്ല, ഇവിടെ തരി മണ്ണിടാൻ ഞങ്ങൾ നിങ്ങൾ ആരും മെമ്പറെ ഞാൻ വിളിച്ചേക്ക്. മെമ്പർ വന്നിട്ടാ മതി. എന്താണ് എന്താണ് എന്താ പ്രശ്നം? പ്രശ്നം എനിക്ക് ഒരു കിടപ്പാടുണ്ടായിട്ട് ആചാര്യ കുറച്ച് സ്ഥലം തന്നതാ എനിക്ക് പൊര ഉണ്ടാക്കാൻ. അതിന് വില ആരും സമ്മതിക്കുന്നില്ല. പിന്നെ മൂപ്പരെ അവസ്ഥ ഇപ്പം വളരെ ദയനീയാണ്. ഇതന്നെ ഇപ്പോ 3 സെന്റ് സ്ഥലം കിട്ടിയതേ ആചാര്യ നല്ല മനസ്സുകൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അല്ലാതെ മൂപ്പര ഇപ്പൊ ഞമ്മക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റുക? സംഭവമൊക്കെ റെഡിയാ മെമ്പറേ, ഇവിടെ തരി മണ്ണിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സംഭവേ ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. ഞമ്മക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. വലിയ വലിയ കോടീശ്വരന്മാര് ഏക്കർ കണക്കിന് വയല് കയറ്റിയിട്ട് ഫ്ലാറ്റും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഈ പാവം പിടിച്ച ഞാന് ഒരു 3 സെന്റ് സ്ഥലം നികത്തി ഒരു പൊര ഉണ്ടാക്കുന്നതിനാ നാട്ടുകാർക്കും എല്ലാവർക്കും പ്രശ്നം. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം വേണ്ട, ഞാനങ്ങ് പോയേക്കാം.